ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്ക് വരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ അതുപോലെ തന്നെ കാണുന്ന സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത കമ്പനി ബോർഡ് LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ നേരത്തെ പഠിക്കുന്നത് ഈ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിനായിട്ട് ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് ക്ലാസ്സുകളുണ്ട്. മെന്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSLC ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അത് 10ാം ക്ലാസ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി എന്ന് പറയുന്നത്. അതായത് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ചില ജില്ലകളിലൊക്കെ നമുക്ക് നിയമനം കൂടുതൽ നടക്കും. പിന്നെ വയനാട്, ഇടുക്കി അവിടെയൊക്കെ താരതമ്യേന നിയമനം കുറവാണ്. സോ ഒരുപാട് അങ്ങ് എക്സ്പെക്ട് ചെയ്യേണ്ട. ചില ജില്ലകൾ അത്യാവശ്യം നിയമനം ഉണ്ട്, ചിലയിടത്തൊക്കെ കുറവാണ്. ബൾക്ക് വേക്കൻസി ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇതിനുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ എക്സാം പാറ്റേൺ നോക്കുമ്പോൾ ലാസ്റ്റ് ടൈമില്ല കൊറോണയ്ക്കൊക്കെ സമയത്ത് ശേഷമായപ്പം ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് 2 ഘട്ടങ്ങളായിട്ടാണ് അന്ന് എക്സാം നടന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് LDCക്കൊക്കെ മെയിൻസ് ഒന്നും പ്രിലിംസ് ഒന്നുമില്ല, ഒരൊറ്റ എക്സാം അല്ലേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റഘട്ട എക്സാം ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഈ വർഷം അവസാനത്തോടു കൂടി PSC LDC ഒക്കെ അങ്ങനെയായിരുന്നു, ഡിസംബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതേപോലെ ലാസ്റ്റ് നമ്മൾ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ അവർ പറയും എന്നാലും പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയില്ല, ഒറ്റഘട്ട എക്സാം തന്നെയായിരിക്കും. നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെയും അതുപോലെ LDC പോലെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരുന്നു, പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒറ്റഘട്ടമായിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതായത് എന്നാലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒറ്റഘട്ട എക്സാം ആയിരിക്കും ഉള്ളത്. സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10th മെയിൻസിന്റെ സിലബസ് തന്നെയാണ്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഫിസിക്സ് 3, കെമിസ്ട്രി 3, കലാ കായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, കറണ്ട് അഫയേഴ്സ് 20, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. സോ ഇത് നമ്മുടെ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു രീതിയിലായിരിക്കും സിലബസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്കാണ്. അപ്പൊ നമുക്ക് ഒന്നും വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക് അല്ലേ കറണ്ട് അഫയേഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഈ ഒരു നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത് പഠിക്കുന്നവര് ഇപ്പോഴേ തന്നെ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. അതിനായിട്ടൊരു ബുക്ക് തന്നെ വെക്കുക. എന്നിട്ട് വീക്കിലി നല്ലൊരു റിവിഷനും ഒക്കെ എടുത്തെടുത്ത് പോകെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് മൊത്തം മാർക്കും വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് സിലബസിലുള്ള ടോപ്പിക്കുകൾ എല്ലാം തന്നെ നേരത്തെ പഠിച്ചു വെക്കുക. ഇനിയും സിനോണിംസും ആന്റോണിംസും ഒക്കെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ തന്നെ പ്രീവിയസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതൊക്കെ ഇപ്പൊ സമയമുണ്ട് നമ്മുടെ മുന്നിൽ. അതെല്ലാം ഒരു ബുക്കിൽ ഓരോ ദിവസം ഒരു 5 വെച്ചൊക്കെ എഴുതി പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല റിവിഷനും ഒക്കെ എടുത്ത് കറക്റ്റ് ആ ഒരു ഓർഡറിലായിട്ട് കൊണ്ടുപോവുക. പിന്നെ ഇച്ചിരി ബോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കലാ കായികം സാഹിത്യം സംസ്കാരം ചിലവർക്ക് അതൊരു ട്രൈ ആയി തോന്നും. അപ്പൊ അത് കൂടുതലും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ SCERT സമയമുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്ക് കുറേശ്ശെ പഠിച്ചു വെക്കണം. പഴയതും മാത്രമല്ല ഇപ്പൊ പുതുക്കിയ ടെക്സ്റ്റ് ബുക്ക് അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം പല ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ എത്രത്തോളം നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത് നമുക്ക് എക്സാം നമ്മളെ ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക. ഇനിയും നമ്മൾ പഠിക്കുന്നതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക. പിന്നെ ഒരുപാട് വേക്കൻസികൾ ഒന്നും തന്നെ ഇല്ല. ഇത്ര
വേക്കൻസികൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ ആ ആദ്യ റാങ്കുകളിലൊക്കെ എത്തപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തന്നെ ആരംഭിക്കുക. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് ഒക്കെ ചെറിയ മാർക്കിന് പോയവര്, അല്ലെങ്കിൽ LDC ചെറിയ മാർക്കിന് പോയവര്, LGS ചെറിയ മാർക്കിന് പോയവര്, ഇവരോടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളും നല്ല രീതിയിൽ അതിനൊപ്പം തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കോഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ എപ്പോഴും തരുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് മത്സര പരീക്ഷകളിലായി ഇപ്പൊ നിങ്ങളും 1ാം റാങ്ക് മേടിച്ച ഒരു കുട്ടി ചിലപ്പോൾ ഒരേ അറിവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആകെ ഒരു ടെൻഷനാണ്, അതാണ് ഇതാണ്. അപ്പൊ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. യെസ്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്ത് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. then നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമന്റ് ആയിട്ട് ഇട്ടേക്കാം. അതുവഴി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.